ഒരു രാത്രി എന്തു സംഭവിച്ചെന്നാൽ സഞ്ജയും വിക്കിയും ഒരു ക്ലബിൽ നിന്നും പുറത്തേക്ക് വന്നു. രണ്ടുപേരും ലഹരിയിൽ വണ്ടി ഓട്ടിച്ചു കൊണ്ടുവന്നു. കാറിൽ നല്ല ഉച്ചത്തിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ബ്രോ, എവിടെയെങ്കിലും പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിർത്ത്. ഓക്കെ ബ്രോ. അവർ രണ്ടുപേരും ഒരുപാട് ദൂരെ എത്തി. പിന്നെ ഹൈവേയുടെ അടുത്തായിട്ട് അവർ കുറെ കടകൾ കണ്ടു. അതിലൊരു കടയിൽ പാൻ വിൽക്കുന്നുണ്ടായിരുന്നു. ദേ അവിടെ കണ്ടില്ല ബ്രോ, നിങ്ങളെ തേടുന്ന പാൻ കടയുണ്ട്. വാ, പോയി സിഗരറ്റ് വാങ്ങിക്കാം. രണ്ടുപേരും കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് ആ പാൻ കടയിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിനടുത്തു നിന്നും സിഗരറ്റ് പാക്കറ്റുകൾ വാങ്ങി. എടാ, അത് പിന്നെ ഞാൻ വാലറ്റ് കാറിൽ എന്നെ മറന്നു വെച്ചുപോയി. നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? വിക്കി വാലറ്റ് എടുക്കാനായി കാറിനടുത്തേക്ക് ചെന്നു. അവന്റെ കയ്യിൽ വാലറ്റ് കിട്ടി. കിട്ടി ബ്രോ. വിക്കി വാലറ്റ് എടുത്തുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ അവനെ വലിച്ചു കൊണ്ടുപോയി. ഓ! സഞ്ജയ് പേടിച്ചുപോയി. എന്താ ഇത്? വിക്കി എവിടെ പോയി? വിക്കി, വിക്കി! ഇനി അദ്ദേഹം തിരിച്ചു വരില്ല. എന്ത് തിരിച്ചു വരില്ലെന്ന് പറയുന്നത്? ഇപ്പോൾ ഇത്ര നേരം അവിടെയല്ലേ ഉണ്ടായിരുന്നത്? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഈ നേരത്തിന് ആ പ്രേതം അയാളെ കൊന്നിട്ടുണ്ടാവും. പ്രേതമോ? അതെ. എങ്ങനത്തെ പ്രേതമാണ്? അതെന്തിനാ എന്റെ ഫ്രണ്ടിനെ കൊണ്ടുപോയത്? ആ പ്രേതത്തിന് ആര് കിട്ടിയാലും കൊല്ലും. അതായത് ഏതെങ്കിലും പെണ്ണുങ്ങളെ കളിയാക്കിയാൽ കൊണ്ടുപോകും. നിന്റെ സുഹൃത്ത് തീർച്ചയായിട്ടും അതുപോലെ ചെയ്തിട്ടുണ്ടാവും. ഹാ, ഇന്ന് ഞങ്ങൾ ക്ലബിലുണ്ടായിരുന്നു. വിക്കീനും എനിക്കും ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അവളുടെ കൂടെ കുറച്ചു നേരം ഡാൻസ് കളിച്ചു. ഒരു പക്ഷേ ആ പെണ്ണിന് ഞങ്ങൾ നടക്കുന്ന വിധം അവൾക്ക് ഇഷ്ടമില്ലെന്ന് തോന്നി. ഞങ്ങളെ വിട്ടിട്ട് അവൾ മാറിപ്പോയി. പക്ഷേ വിക്കി അവളുടെ അടുത്ത് പോയിട്ടും ആ പെണ്ണ് വിക്കീനെ ഉന്തിയിട്ടു. ഇഡിയറ്റ്. പിന്നെ അത്രേ നടന്നുള്ളൂ. പിന്നെ അവൾ അവിടുന്ന് പോയി. ഇത് തന്നെ കൂടിപ്പോയി മോനെ. ആ പ്രേതം നിന്റെ സുഹൃത്തിനും വിടില്ല, പിന്നെ നിന്നെയും വിടില്ല. പക്ഷെ ഞാനെന്ത് തെറ്റാ ചെയ്ത്? നിന്റെ വിചാരം തെറ്റായിരുന്നു. അതുകൊണ്ട് അതിന് എന്റെ ജീവൻ എടുക്കുമോ? അതെ, തീർച്ചയായും. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടാവുമോ? ഒരു വഴിയും ഉണ്ടാവില്ല. ആ പ്രേതം തീർച്ചയായിട്ടും നിന്നെ കൊന്നുകളയും. അത് എന്തിനാ കൊല്ലുന്നത്? എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ. ഒരു പക്ഷെ അതെനിക്ക് മനസ്സിലാക്കിയാൽ എനിക്ക് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താലോ. ശരി, ഞാൻ നിനക്ക് അവളുടെ കഥ പറഞ്ഞു തരാം. കുറേ വർഷങ്ങൾ മുമ്പ് ഒരു ഭാര്യ ഭർത്താവും അവരുടെ സ്കൂട്ടറിൽ അതേ വഴിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് അവർ മുമ്പ് ഒരുത്തൻ കുടിബോധയിൽ വന്നു. ഭർത്താവ് വണ്ടി ബ്രേക്ക് ഇട്ടിരുന്നു. നിനക്ക് കണ്ണു കാണുന്നില്ലേ? നീ എന്താ നോക്കിയിട്ട് വരുന്നില്ലേ? എനിക്ക് നോക്കാനും അറിയാം. അതുമാത്രല്ലാതെ നിന്റെ ഭാര്യ ഭംഗിയായിട്ടുള്ളത് എനിക്കറിയാം. അടിപൊളി എന്റെ മോനെ. ഹലോ ഹലോ ബ്രദർ, നീ നോക്കി സംസാരിക്കണം. ആ ഭാര്യ ഭർത്താവിനെ ചുറ്റി കുറെ പേര് വരാൻ തുടങ്ങി. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇവിടെ നോക്ക്, എത്ര ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇതിനാണ് പറയുന്നത് കൊരങ്ങിന്റെ കയ്യിൽ പൂമാല എന്ന്. ഭർത്താവുകാരൻ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ പോകാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. പക്ഷേ അവിടെയുള്ള റൗഡികൾ ആ വണ്ടീനെ ചവിട്ടി പുറത്താക്കി. ഭാര്യ ഭർത്താവും വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടി റോഡിലേക്ക് വീണു. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ മക്കളെ? ചേട്ടത്തിയെ കണ്ടില്ലേ എത്ര മുറിവ് ഇട്ടിട്ടുണ്ടെന്ന്? നിങ്ങളുടെ മുറിവുകളൊക്കെ ഞാൻ ഉണക്കിത്തരാൻ ചേട്ടത്തി. ആ റൗഡികളൊക്കെ ആ ഭാര്യനെ തൊടാൻ നോക്കിയവർ. അവൾ പക്ഷേ ആ റൗഡിനെ ചവിട്ടി വെച്ചു. എന്റെ അടുത്ത് വരില്ലേ, ദൂരെ പോ. ഭർത്താവ് തന്റെ ഭാര്യ രക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ഭാര്യന്റെ മേലെ ആരെങ്കിലും കൈവച്ചാൽ നോക്കിയാൽ നിങ്ങളുടെ എല്ലാവരും കൈകാലും ഞാൻ പൊട്ടിച്ചാളയും. അവരെല്ലാവരും കുടിബോധിലായിരുന്നു. അവിടെയുള്ള ഒരു റൗഡി അവന്റെ ചാരായ ബോട്ടിലെടുത്ത് അയാളുടെ മണ്ടയ്ക്ക് അടിച്ചു. ഇത് കണ്ടിട്ട് അവന്റെ ഭാര്യ പേടിച്ചു പോയി. പിന്നീട് തന്റെ മാനം രക്ഷിക്കാനായി അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവൾ ഓടിക്കൊണ്ടേയിരുന്നു. പുറകെ ആ റൗഡികളും ഓടിക്കൊണ്ടേയിരുന്നു. റൗഡികൾ ഓടിച്ചെന്ന് അവളെ ചുറ്റി വളഞ്ഞു. ഇനി നിനക്ക് എങ്ങനെ ഓടാൻ പറ്റും? എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ. ഞാൻ ഇത് ആരോടും പറയില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ, പ്ലീസ്. നീ ഞങ്ങളുടെ ആഗ്രഹം തന്നെ നശിപ്പിക്കാൻ തോന്നി. പിന്നെ എങ്ങനെ ഞങ്ങൾ നിന്നെ വെറുതെ വിടുക? ആ ഗുണ്ട ആ ഭാര്യയെ തൊടാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഉള്ളിൽ അവന്റെ ഭർത്താവ് അവിടെ എത്തി. പിന്നെ അവനും ആ റൗഡി തമ്മിൽ തടിയായി.
പിന്നെ അവർ രണ്ടുപേരും അടികൂടാനും തുടങ്ങി. ആ റൗഡി ആ ഭർത്താവിനെ പിടിച്ചിട്ട് ഒരു മറയിന്റെ കിളയിലേക്ക് എറിഞ്ഞു. അയാൾ കുത്തി അവിടെ തന്നെ മരിച്ചും പോയി. അദ്ദേഹം ഒരു ചോരവെള്ളത്തിലുണ്ടായിരുന്നത്. ഭാര്യ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ ആ റൗഡികളൊക്കെ ആ ഭാര്യയെയും പിടിച്ചു. അവരൊക്കെ ആ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ നശിപ്പിച്ചളഞ്ഞു. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ താഴെ കിടക്കുന്ന ഒരു കൂർമ്മയെ കല്ലെടുത്തിട്ട് അവൾ കൈകൊണ്ട് എടുത്തു. നമുക്ക് സംഭവിച്ചത് വലിയ അന്യായമാണ്. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഇന്നു മുതൽ പെണ്ണുങ്ങളെ തെറ്റായ രീതിയിൽ നോക്കുന്ന ഒരു ആണിനെയും ഞാൻ വെറുതെ വിടില്ല. ആ പെണ്ണ് ആ കൂർമ്മയെ കല്ലെടുത്തുകൊണ്ട് തന്നെ തന്റെ വയറ്റിലേക്ക് കുത്തിവെച്ചു. പിന്നെ അവിടെ തന്നെ അവൾ തുടിതുടിയായിട്ട് മരിച്ചും പോയി. അന്നു തൊട്ട് തന്നെ അവൾ പ്രേതമായിട്ട് അലയുകയായിരുന്നു. ഏത് പെണ്ണിനെയും കാളിയാക്കിയാലും അവരെ അവർ കൊണ്ടുപോയി അവർ കൊല്ലും. ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവല്ലോ. നിങ്ങൾക്ക് ഇത്ര അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതും അറിയാലോ. ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? നിന്നെ ആരും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ആ പെണ്ണിനടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ നീ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രേതം ആലോചിക്കില്ലല്ലോ. അവളുടെ നോട്ടത്തിൽ നീ ഒരു ചീത്ത ആള് തന്നെയാണ്. നിങ്ങൾ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റില്ലേ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. കാരണം ഞാൻ തന്നെ നിന്നെ വിടാൻ പോകുന്നില്ല. ഞാൻ അവൻ തന്നെയാണ്, ആ പെണ്ണിന്റെ ഭർത്താവ്. ആ ഭർത്താവ് പ്രേതം സഞ്ജയുടെ രക്തത്തിനെ ഉറിഞ്ഞു കുടിച്ചു. സഞ്ജയ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ മരണമടഞ്ഞു.